ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ഓരോ നിമിഷവും ഓരോ ദിക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും മനസ്സ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ഭാവി കാലത്തേക്ക് പോകും. ഇപ്രകാരത്തിൽ ഒരിക്കൽ പോലും മനസ്സ് സ്വസ്ഥമായി ഒരിടത്ത് നിൽക്കുകയില്ല. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതാണ് നമ്മൾ ആ മനസ്സിനെയാണ് ഒന്ന് ശ്രദ്ധിച്ച് നിയന്ത്രണ വിധേയം ആക്കേണ്ടത്. ആർക്കാണോ അതിന് സാധിക്കുന്നത് അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സുഖികളായി ഭവിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ, ഭൂതകാലത്തെ പുഴുകുന്നു താനേ, ആശയിൽ ജീവിക്കെ ഭാവിയെ പുഴുകുന്നു, ചോർന്നു പോകും വർത്തമാനം. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ, ഓർമ്മയിൽ പലതുങ്ങനെ ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് വാസ്തവത്തിൽ? ഭൂതകാലത്തെ പുൽകുന്നു താനേ. ഭൂതകാലത്തിലേക്ക് ഊളിയിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ, ഭൂതകാലത്തെ പുൽകുന്നു താനേ. തന്നെത്താൻ കഴിഞ്ഞ കാലങ്ങളിലേക്ക് എല്ലാം മറന്നുകൊണ്ട് ആണ്ടുപോകുന്നു. ഓർമ്മകൾ മനസ്സിൽ വരുമ്പോൾ കഴിഞ്ഞ കാലത്തേക്ക് നാം പോകുന്നു. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ, ഭൂതകാലത്തെ പുൽകുന്നു താനേ, ആശയിൽ ജീവിക്കെ ഭാവിയെ പുൽകുന്നു, ചോർന്നുപോകും വർത്തമാനം. ഇനി ഒന്നുകിൽ ഓർമ്മകളിലൂടെ കഴിഞ്ഞ കാലത്തേക്ക് പറന്നു പോകുന്നു, അല്ലെങ്കിൽ നാനാതരത്തിലുള്ള ആകാശക്കോട്ടകൾ കെട്ടി ഭാവിയിലേക്ക് പറന്നു പോകുന്നു. ഇങ്ങനെ ഭാവി കാലത്തിലേക്കും ഭൂതകാലത്തിലേക്കും മാറി മാറി ഓടുന്നതിനാൽ നാം ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ അത് ചെയ്യാതാവുകയാണ്. അപ്പോൾ വർത്തമാനം നഷ്ടമാകുന്നു. വർത്തമാനം എന്നാൽ സംസാരിക്കുക എന്നല്ല അർത്ഥം. ഇപ്പോഴുള്ള സമയം, അതിനാണ് വർത്തമാനകാലം എന്ന് പറയുന്നത്. ഈ വർത്തമാനകാലം നമുക്ക് നഷ്ടമായി പോകുന്നു. ഇപ്പോൾ ചെയ്യേണ്ടതെന്തോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കേൾക്കേണ്ടതെന്തോ അതല്ലേ കേൾക്കേണ്ടത്. ഇപ്പോൾ കാണേണ്ടതെന്തോ അതല്ലേ കാണേണ്ടത്. പല ആളുകളും അമേരിക്കയിൽ നിന്നും നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവം കൊണ്ടുവന്നു. ആ വിഭവം തിന്നാൻ വളരെയധികം ആർത്തിയോട് കൂടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അതൊന്ന് കിട്ടിയിട്ടൊന്ന് ഭക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് കുറേ കാലമായി അയാൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ആഗ്രഹിച്ച ഭക്ഷണമാണ് തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് വിളമ്പിയത്. പക്ഷേ അവർ പല നാട്ടുവർത്തമാനങ്ങളും പല ഓർമ്മകളും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അയവിറക്കി ആഹാരം കഴിച്ചു കൊടുത്തു. ആഹാരം കഴിക്കുന്നതിനിടയ്ക്കിൽ അവർ ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കും ഓടിക്കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ, അല്ല എൻ്റെ സുഹൃത്തെ, നീ കുറേ കാലമായി ആഗ്രഹിച്ച ഭക്ഷണം എങ്ങനെയുണ്ട്? ഇന്ന് കഴിച്ച ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അയ്യോ, അത് ഞാൻ ആസ്വദിച്ചില്ല. കാരണം എന്താണ് എൻ്റെ സ്വാദം ഞാൻ നോക്കിയില്ല. നമ്മൾ ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനാൽ ഇപ്പോൾ നമ്മൾ ആ ഭക്ഷണ സാധനത്തിൻ്റെ സ്വാദ്, കുറേ കാലമായി ആഗ്രഹിച്ച ഒരു ഭക്ഷണ സാധനമാണ് തൻ്റെ മുന്നിൽ അപൂർവമായി വന്നെത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്വാദെന്താണെന്ന് ആസ്വദിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതാണ് വർത്തമാനകാലം ചൂർന്നു പോകുന്നു. ഭൂതത്തിലേക്കും ഭാവിയിലേക്കും നമ്മൾ പോകുന്നതിൻ്റെ ഫലമായി ഇപ്പോഴുള്ളത് നഷ്ടമായി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഭക്ഷണ സാധനത്തേക്കാൾ ഭക്ഷിച്ച് ആസ്വദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഭാവിയിലെ ആഗ്രഹങ്ങളിലേക്കോ ഭൂതകാലത്തെ ഓർമ്മകളിലേക്കോ പോകാതെ ഇതാസ്വദിക്കുന്നു. അങ്ങനെ
ഓരോ നിമിഷവും നമ്മൾ എന്ത് വിഷയങ്ങളാണോ അത് ആസ്വദിക്കാൻ പഠിച്ചാൽ നമ്മുടെ വർത്തമാനകാലം സഫലമായെന്ന് മാത്രമല്ല നമുക്ക് എപ്പോഴും സന്തോഷം മാത്രം. ഒരു പുതുവത്സരാഘോഷം നടത്തണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം. എന്നാൽ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എന്നും പുതുവത്സരമാണ്, എന്നും പുത്തനായ ദിനങ്ങളാണ്, പുതിയതായ നിമിഷമാണ്. ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞൊടുങ്ങിപ്പോയി. ഇനി അടുത്ത് വരുന്നത് നമുക്ക് പുത്തനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ സ്വാഗതം ചെയ്യാത്ത നിമിഷമാണ് അടുത്ത നിമിഷം നമുക്ക് വന്നു ചേരുന്നത്. ആ നിലയിൽ ആ നിമിഷത്തെ നമ്മൾ സ്വാഗതം ചെയ്ത് അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് വർത്തമാനകാലത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്രകാരം വർത്തമാനകാലത്തെ ഉപയോഗപ്പെടുത്തിയാൽ അവരുടെ ഭാവികാലവും ശോഭനമാകും, ഭൂതകാലവും ശോഭനമായിത്തീരും. ഇങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. അതിനാൽ ഓർമ്മയിൽ ജീവിക്ക് നമ്മൾ, ഭൂതകാലത്തെ പുഴുകുന്നു താനേ, ആശയിൽ ജീവിക്ക് ഭാവിയെ പുഴുകുന്നു, ചോർന്നു പോകും വർത്തമാനം.